അപ്പോൾ നമ്മളന്ന് ഒണ്ടാരി വിട്ടുള്ള പ്ലാനാണ്. ഒണ്ടാരി വിട്ടിട്ട് നോവാസ്കോഷ്യയിലെ ടൂറിലാണ്. അപ്പോൾ ഇവിടുന്ന് 2-3 പ്രൊവിൻസിൻ്റെ അപ്പുറമാണ് നോവാസ്കോഷ്യ. അപ്പോൾ കാണിച്ചാൽ ഇവിടെ എല്ലാവരും ഉണ്ട്. ഏട്ടൻ വണ്ടിയിട്ട് പോകുന്നുണ്ട്, ഏട്ടൻ്റെ ഒപ്പം വരുന്നുണ്ട്. അവിടെ ആശയുണ്ട്, മുസ്തഫയുണ്ട്. ഇവിടെ നിന്ന് ഇനി ഡയറക്റ്റ് നോവാസ്കോഷ്യ. ആണ്. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാ റൂട്ടിലും 60 km/h ആണ്. മെയിൻ ഹൈവേസ് 60, 50, 40 അതാ വരിക. മെയിൻ ഹൈവേസ് 100 ആണ്. നമ്മൾ ഡയറക്റ്റ്ലി 100-ലോട്ട് ടച്ച് ചെയ്യുന്ന മാതിരിയാവും ഹൈവേക്ക് കയറുമ്പോൾ തന്നെ. പുറത്തുള്ള കൺട്രിയിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ കാനഡയിൽ 100 ആണ്. 100 പറഞ്ഞാൽ ഏത് വണ്ടി പോകുന്നതും 100 തന്നെ. ഹൈവേയിലോട്ട് കയറി, ഹൈവേയിലോട്ട് മീൻസ് 401 ഹൈവേയിലോട്ട് കയറി. 401 കൂടെ പോകുന്നത് ഇവിടുന്ന് കിലോമീറ്റേഴ്സ് കുറേ ഉണ്ട്, ഉണ്ടോയെന്നറിയില്ല. 1800 കിലോമീറ്റേഴ്സ് പോകാണ്ട്. ഇനി ഈ റൈറ്റ് സൈഡിലുള്ളതാണ് പിയേഴ്സൺ എയർപോർട്ട്, ടൊറൻറ്റോ പിയേഴ്സൺ. മീൻസ് നമ്മൾ കാനഡയ്ക്ക് വരുമ്പോൾ ഫസ്റ്റായിട്ട് വന്നിറങ്ങുന്നത് ഇവിടെ വന്നിട്ടാണ് ഈ ക്യൂസ് എന്നൊക്കെ ചെയ്ത് സ്റ്റഡി പെർമിറ്റൊക്കെ എടുത്ത് സെറ്റ് ആവുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള എയർപോർട്ടാണ്. പക്ഷേ ഇപ്പോൾ എയർപോർട്ട് മാതിരി അത്ര വലുപ്പമൊന്നുമില്ല എന്നൊക്കെ തോന്നുന്നത്. സ്റ്റാർട്ട് ചെയ്തത് 7:45 അങ്ങനെ എന്താ. അപ്പോൾ 8:02 ഇനിയുണ്ട് 1800 കിലോമീറ്റേഴ്സ്. 17 hours ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 8 മണിയായി എന്ന് പറഞ്ഞല്ലോ. നമ്മളവിടെ എത്തുമ്പോഴേക്ക് 1:36 ആണ് കാണിക്കുന്നത്. അത് 1:36 പറയുമ്പോൾ ഇവിടുത്തെ ടൈം വെച്ച് നോക്കുമ്പോൾ 12:36 ആവുള്ളൂ. നമ്മൾ അവിടെ എത്തുമ്പോൾ 1 hour കൂടും. ടൈം സോൺ വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്തും. ടൊറൻറ്റോ ഏരിയ. ഇവിടുത്തെ കറൻറ്റ്ലി ക്ലൈമറ്റ് കാറിൽ കാണിക്കുന്നത് കാണുന്നുണ്ടോയെന്നറിയില്ല. കാറിൽ കാണിക്കുന്നത് 17 ആണ്. കാറിൽ 17 ആണെങ്കിൽ 15 ഉണ്ടാവേണ്ടതാണ് ഔട്ട് സൈഡ്. സ്റ്റിൽ ഭയങ്കര ചൂടാണ്. വിൻ്റർ കഴിഞ്ഞേ ഉള്ളൂ. വിൻ്റർ കഴിഞ്ഞുകൊണ്ട് ആ തണുപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് പെട്ടെന്നൊരു ചൂടാകുമ്പോഴേക്ക് നല്ല ചൂടാവുന്നുണ്ട്. പെട്ടെന്ന് സെറ്റ് ആവുന്നൊക്കെ ഉണ്ട്. ഒണ്ടാരിയോവായിട്ടാണ് 401 ഉള്ളത്. ഇപ്പോൾ ഈ 401-ൽ ഓൺ റൂട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഒണ്ടാരിയോവായിട്ട് മാത്രം ഉണ്ടോ? ഒണ്ടാരിയോവായിട്ടിൽ ഇതിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് കാർ പാർക്കിങ്, ഫ്യൂലിങ്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് മീൻസ് ചെറിയ ചെറിയ മെക്ഡൊണാൾഡ്സ്, ടിം ഹോർട്ടൻസ്, ബർഗർ കിങ്, സ്റ്റാർബക്സ് അങ്ങനത്തെ ഒക്കെ വരുന്ന ഒരു ഒറ്റ കോംപ്ലക്സ്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ സാൻഡേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു, ഇവന്മാർ തലയാണ് ഇവരെങ്ങനെ ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത്, റൂട്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എന്നുള്ളൊരു ആ ഒരു സംഭവം വന്നേനെ. ഒരു മനസ്സിൽ അങ്ങനത്തെ ചിന്തയൊക്കെ വന്നേനെ. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെ ഉള്ള സംഭവങ്ങൾ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് അടിക്കുകയാണ്. കാരണം റോഡ്സൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. റോഡ്സ് പറഞ്ഞാൽ റോഡ്സ് ആണെങ്കിലും എക്സിറ്റ് എടുക്കേണ്ടതാണെങ്കിലും സൺറൈസൊക്കെ കളിച്ചവർക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഇവിടുത്തെ മീൻസ് റോഡ്സ് എങ്ങനെയാണ്. ഡയറക്റ്റ് കോപ്പി പേസ്റ്റ്, വേറെ ഒരു കാര്യമില്ല. സംഭവങ്ങളൊക്കെ എങ്ങനെയാണോ അതേമാതിരി തന്നെയുണ്ട്. ഇപ്പോൾ പോന്നിട്ട് ഏകദേശം 1 hour ആവാറായി. സോഫാർ 91 kilometers കവർ ചെയ്ത്. ഏട്ടൻ ബാക്കിൽ തന്നെ ഉണ്ട്. ഒരു RAV4 വരുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നടന്നുണ്ടാവും.
അധികം ഒന്നും കാണിക്കൂല എന്നല്ല, നമുക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് കാറായിട്ട് പോകാനേ പറ്റുള്ളൂ. പോകാൻ മീൻസ് എവിടെയും കറങ്ങാനോ അല്ലോ ഇവിടെ ഇടയിലുള്ള ഹാൾട്ടിലൊന്നും നിർത്തി ഒന്ന് ഹാൾട്ട് ചെയ്ത് വ്യൂസ് കാണിച്ചു തരാനോ ഒന്നും പറ്റില്ല. ഡയറക്റ്റ് പോകുന്ന ഒരു ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആവാനാണ് ചാൻസ്. ഒബ്വിയസ്ലി അതാവും. പിന്നെ കാനഡ കാണണം എന്നുള്ളവർക്ക് മാത്രം. നമ്മൾ ഓൺ റൂട്ട് എന്നാണ് സംഭവം പറഞ്ഞിരുന്നത്. അതാണ് സൈഡിലുള്ളത്. ഇതേ ഒരു ഓൺ റൂട്ട് ഉണ്ടാകും ഇവിടെ സൈഡിൽ തന്നെ. നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്റ്റിൽ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. ഇവിടെ ഓരോ എക്സിറ്റ് എടുക്കുന്ന ഈ എക്സിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ബോർഡ് കാണാം. അപ്പോൾ ആ ബോർഡ് നമ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ മാപ്പിൽ കാണുന്നുണ്ടോ അറിയില്ല. ON401E എന്നുള്ളത് അത് 375 കിലോമീറ്റർ കഴിഞ്ഞ് ലെഫ്റ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ആ ബോർഡ് നോക്കിയിട്ട് വേണം. അപ്പം ബോർഡ് മീൻസ് എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോർഡിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം പോകാൻ. മീൻസ് ദൂരം നമ്മൾ മനസ്സിൽ കാണണം അങ്ങനെ ഒരു ഇത് ടേൺ എടുക്കാറുണ്ട് എന്നുള്ളത്. ഒരു 375 എന്നുള്ളടത്ത് ഒരു 373 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇതാക്കണം. ഒരു 2 കിലോമീറ്റേഴ്സിൽ നമുക്ക് ടേൺ എടുക്കേണ്ട ലെഫ്റ്റ്. എന്നിട്ടാണ് ആ ബോർഡ് നമ്പർ നമ്മൾ നോക്കി വയ്ക്കണം. ഞാൻ നേരത്തെ കാണിച്ചെന്ന ലെഫ്റ്റ് സൈഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്കുള്ള ഓൺ റൂട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ഓൺ റൂട്ട്, നമ്മൾ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ഓൺ റൂട്ട് റൈറ്റ് സൈഡിലുണ്ടാവും. അല്ലാതെ നമുക്ക് ലെഫ്റ്റിലോട്ട് ചാടി കിടക്കാൻ നമ്മളെ നാട്ടിലെ മാതിരി ലെഫ്റ്റിലോട്ട് ഒരു യൂട്ടേണൊക്കെ അടിച്ച് കയറാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ ഹൈവേ കയറിയിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് എടുത്തിട്ട് പിന്നെയും ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ഒക്കെ കറങ്ങി വന്നിട്ട് അങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാനുള്ള ഒരു ഓപ്ഷനുള്ളൂ. നമ്മൾ ഈ സൈഡിലെ ഓൺ റൂട്ട് 2 കിലോമീറ്റേഴ്സിലാവും. എൻ്റെ ബോർഡാണ് തുടങ്ങേണ്ടത്. 100 നമ്മളെ മാക്സിമം സ്പീഡ്, മീൻസ് റൂള്. പക്ഷേ നമ്മളൊരു 120യുടെ ഇടയിലായിട്ട് പോകും. ഉള്ളവർ ഇല്ല എന്നാണ് വിശ്വാസം. മീൻസ് എല്ലാവരും 120 ആ റേഞ്ച് പിടിച്ചിട്ടാവും പോകുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് എടുത്താലാണ് നമ്മൾ ഓൺ റൂട്ട് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹൈവേസിൻ്റെ ഇടയിൽ കൂടെ അല്ല, മീൻസ് ഈ ഹൈവേസ് ഒക്കെ പോകുന്നത് കൾട്ടിവേഷൻ ലാൻഡിൻ്റെ ഇടയിൽ കൂടെ ആവും. ഇപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം. മീൻസ് മോസ്റ്റ്ലി ഫാമിങ് ആവും. അതിൽ കോണിൻ്റെ ആവാം, വീറ്റിൻ്റെ ആവാം, റൈസിൻ്റെ ആവാം. അങ്ങനത്തെ ലാൻഡ്സ് ആണ് കൂടുതലും.
റോഡ് അതിനായിട്ടുള്ളൊരു ബിൽഡിങ് സ്റ്റോറേജ് അവിടെ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയാണ് ഇവിടുത്തെ ഫാമൊക്കെ ഉണ്ടാവുക. ഒരു ഒഴിഞ്ഞ സ്ഥലം, ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാവും, ഒരു ഫാം ഹൗസിനകത്ത് ഒരു ഹൗസ് ഉണ്ടാവും. അതിൽ സ്റ്റോറേജും കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ വർക്കേഴ്സിന് നിൽക്കാൻ, കമ്മ്യൂട്ട് ചെയ്യാനുള്ള വഴി, അങ്ങനത്തെ ഒക്കെ ഒരു നൈസ് സെറ്റപ്പാണ്. ഒരു സ്ഥലത്ത് ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ പ്ലെയിനായി കിടക്കുന്ന സ്ഥലത്ത് ഓരോന്നൊക്കെ ഉണ്ടാവുള്ളൂ. അതും ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാവും ആൾക്കാർ ഫാം ചെയ്യുന്നത്. അവിടെ കാണുന്നതൊക്കെ അതേമാതിരത്തെ ഫാമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതോ ഭാഗത്താണ് കിങ്സ്റ്റൺ. നമ്മളവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റേഴ്സ് മറ്റേ വരുന്നൊരു സ്ഥലമാണ്. സൈഡിലൊരു ലേക്ക് ഉണ്ട്. ഇവിടെ കാനഡ വൈഡ് എല്ലായിടത്തും ഒരുവിധം ലേക്സാണ് കൂടുതൽ. നമ്മൾ ആർട്ടിഫിഷ്യൽ ലേക്കും ഉണ്ടാവും, സാധാ ലേക്സും ഉണ്ടാവും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. സൈഡിൽ നോക്കിയാൽ തന്നെ കാണാം കുറേ ട്രെയിലേഴ്സൊക്കെ നിൽക്കുന്നത്. നമുക്ക് ക്യാമ്പ് ചെയ്യാനൊക്കെ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. നമ്മളിപ്പോൾ എന്നിട്ടിപ്പോൾ 310 കിലോമീറ്ററായി. വണ്ടി ഒരുവിധം ഏകദേശം ഹാഫ് ടാങ്ക് ആവാതായി. നമ്മൾ നെക്സ്റ്റ് ഓൺ റൂട്ട് കയറിയിട്ട് എണ്ണടിക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് നോക്കിയാൽ കാണാം. ഇത് ഓൺ റൂട്ട് ഉണ്ടാക്കുന്ന സംഭവം തോന്നുന്നത്. മീൻസ് ഇവിടെ ഇങ്ങനെ രീതിയിലൊരു സംഭവം ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ ഒരു ഓൺ റൂട്ട് ഉണ്ടായിരിക്കും. സൈഡ് കാണാം. നെക്സ്റ്റ് ഓൺ റൂട്ട് എത്തിയത് അവിടുത്തെ സംഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു കാണിച്ചത്. ഈ സെറ്റപ്പ് നൈസാണ്. കാരണം ഞാൻ ഇത് കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് മീൻസ് 1 വേ റൂട്ട് ഒരു റൂട്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന റൂട്ട് വേറെ സൈഡിൽ കൂടെ വരുന്നത്. ഒരു കാടിനുള്ള കൂടെ ഉള്ള വഴി തോന്നുന്നു. മാപ്പ് നോക്കുമ്പോൾ സൈഡിൽ വാട്ടർ ബോഡീസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണടിക്കാൻ നെക്സ്റ്റ് ഓൺ റൂട്ട് എത്തി. റോട്ടിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഹാഫ് ടാങ്കായി. ഞങ്ങൾ ഹാഫ് ടാങ്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകാമെന്നുള്ള വെച്ചിട്ട് ഇങ്ങനെ വഴിയിൽ നിന്നൊന്നും പമ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സീനാക്കണ്ട വെച്ചിട്ട് നമ്മൾ എണ്ണ അടിച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഫിൽ ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ. അപ്പോൾ നമ്മൾ ഓൺ റൂട്ടിൽ നിന്ന് ഓൺ റൂട്ട് കയറി എണ്ണ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ നിന്നാണ് എണ്ണ അടിച്ചത്. ഇതാണ് ഓൺ റൂട്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഇത് 2 വണ്ടികളും. ഇവൻ്റെ വണ്ടിയും KL55 തന്നെയാണ്. പക്ഷേ എൻ്റെ KL55 VLV ഉണ്ട്. ഇത് ഒണ്ടാരിയോ പ്ലേറ്റാണ്, ഇത് നോവാസ്കോഷ്യ പ്ലേറ്റാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇനി അവിടേക്ക് മാറുമ്പോൾ എൻ്റെതും നോവാസ്കോഷ്യ പ്ലേറ്റ് ആവും. പക്ഷേ നമ്പർ ഒന്നില്ലെങ്കിൽ KL55 VLY തന്നെ എടുക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലത് നോക്കിയെടുക്കും. അപ്പത്തെ യുക്തി പോലെ ഇരിക്കും. അപ്പോൾ ഫ്രഷായിട്ട് കാണാം. നമ്മളൊന്ന് ഓൺ റൂട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ.